നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ബാർകോഴ കേസിൽ കുരുങ്ങി കെ ബാബു മന്ത്രിസ്ഥാനം രാജിവെച്ചു. FIR രജിസ്റ്റർ ചെയ്യണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിനെ തുടർന്നാണ് രാജി. അപ്പോൾ ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചു. രാജി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ കോടിയേരി ഗൂഢാലോചന നടത്തി. രഹസ്യയോഗം നടന്നത് വി ശിവൻകുട്ടി MLA വീട്ടിൽ. ഗൂഢാലോചന സിദ്ധാന്തം തള്ളി ബിജു രമേശ്. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും, അതിന് മറ്റാരെയും പഴിക്കേണ്ടത് കോടിയേരി. ബാർകോഴ കേസിൽ വിജിലൻസിനെതിരെ കോടതിയുടെ കടുത്ത വിമർശനം. കോടതിയെ മണ്ടനാക്കരുതെന്ന് മുന്നറിയിപ്പ്. വിജിലൻസിന് സത്യസന്ധതയും ആത്മാർത്ഥതയുമില്ല. അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ബിജു രമേശിനെതിരെയും അന്വേഷണം. കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടത്തിന് തുടക്കം. ഡിപ്പോ ടെസ്റ്റ് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 2016 തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്ന് KMRL. ലാവ്ലിൻ കേസിനെ തള്ളിപ്പറഞ്ഞ് VS അച്യുതാനന്ദൻ. ലാവ്ലിനിൽ ഇപ്പോൾ പ്രശ്നമല്ല, പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ഭരണപക്ഷത്തിന്റെ ശ്രമം. സ്കൂൾ കലോത്സവത്തിൽ പാലക്കാടിനെ പിന്തള്ളി കോഴിക്കോട് ഒന്നാമത്. 3ാം സ്ഥാനത്ത് മലപ്പുറം. അപ്പീലുകളുടെ എണ്ണം 800 പിന്നിട്ടു. ബാർകോഴ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ ബാബു രാജിവെച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിൽ കണ്ട് ബാബു രാജിക്കത്ത് കൈമാറി. താൻ CPIM നേതാക്കളുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണെന്ന് കെ ബാബു പറഞ്ഞു. വിജിലൻസ് കോടതി ഉത്തരവ് അസാധാരണമാണെന്നും ബാബു പ്രതികരിച്ചു. കെ ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെ തിരക്കിട്ട രാഷ്ട്രീയ കൂടിയാലോചനകളാണ് കൊച്ചിയിൽ നടന്നത്. ഒടുവിൽ മുഖ്യമന്ത്രിയെ കണ്ട് രാജിക്കത്തും കൈമാറിയ ശേഷമാണ് കെ ബാബു വാർത്താസമ്മേളനത്തിനെത്തിയത്. കോടതി പരാമർശങ്ങൾ ഉണ്ടായാൽ സാങ്കേതികത്വം പറഞ്ഞ് തുടരാനില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയ കാര്യം ബാബു ഓർമ്മിപ്പിച്ചു. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുകയാണ്. കോടതി ഉത്തരവ് കണ്ടിട്ടല്ല, മറിച്ച് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ രാജിവെക്കുകയാണെന്നും ബാബു പറഞ്ഞു. തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഈ പരാമർശത്തെക്കുറിച്ച് അറിഞ്ഞത് മെട്രോ റെയിലിൻ്റെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മെട്രോ റെയിലിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. അതിൻ്റെ ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിയോട് രാജിസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചു. രാജി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണ് താൻ. ഡിസംബർ 15 വൈകിട്ട് 7 മണിക്ക് വി ശിവൻകുട്ടി MLA തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു ഗൂഢാലോചന നടന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അവിടെ ഉണ്ടായിരുന്നു. ഇത് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണെന്നും കെ ബാബു പറഞ്ഞു. ശിവൻകുട്ടി MLA വീട്ടിൽ വെച്ചാണ് ഈ ആലോചന നടന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത CPM നേതാവ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. ഒരു 4-5 ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ഭാരവാഹികളുടെയും ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെയും ടവർ ലൊക്കേഷൻ നോക്കിയാൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയും. ഡിസംബർ മാസം 15-ാം തീയതി 7 മണിക്ക് ടവർ ലൊക്കേഷൻ നോക്കിയാൽ മതി. ഞാൻ ഇതുവരെ എന്റെ മാന്യതയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് അസാധാരണമാണ്. നിയമപരമായ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കും. എന്നാൽ കോടതി വിധി മാനിക്കുന്നുവെന്നും കെ ബാബു പറഞ്ഞു. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല. അതായത് ഒരു അസാധാരണമായ കോടതി വിധിയാണ്. അത്രേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നിയമ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല രാജിവെക്കുന്നത്. നിരപരാധിത്വം തെളിയിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും ബാബു പറഞ്ഞു. വർഷങ്ങൾ നീണ്ട പൊതുപ്രവർത്തന ജീവിതത്തിനിടെ ആരുടെയും പക്കൽ നിന്നും സൗജന്യങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾക്ക് തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും കെ ബാബു കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, കൊച്ചി. ബാർകോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാനായിരുന്നു തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും വിജിലൻസ് കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. വിജിലൻസിന് ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും ഇല്ലെന്ന് പറഞ്ഞ കോടതി കടുത്ത ഭാഷയിൽ രൂക്ഷ വിമർശനം ഉയർത്തി. ബിജു രമേശിനെതിരെ അന്വേഷണം നടത്താനും കോടതി നിർദ്ദേശമുണ്ട്. ബാർകോഴ കേസിൽ സർക്കാരിനും അന്വേഷണ സംഘത്തിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് തൃശൂർ വിജിലൻസ് ജഡ്ജ് SS വാസൻ ഉന്നയിച്ചത്. ത്വരിതാന്വേഷണത്തിന് 1.5 മാസത്തെ സമയം ലഭിച്ചിട്ടും
വിജിലൻസ് എന്തെടുക്കുകയായിരുന്നുവെന്ന് കോടതി ചോദിച്ചു. സത്യസന്ധതയും ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ 10 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാമായിരുന്നു. കോടതിയെ കൊഞ്ഞനം കുത്തുന്ന നടപടി വിജിലൻസ് സ്വീകരിക്കരുത്. ബാറുടമകൾ മൊഴി നൽകുന്നില്ലെന്ന അഡീഷണൽ ലീഗൽ അഡ്വൈസറുടെ മറുപടിയെ ഗാന്ധിയോ നഷ്ടപ്പെട്ട അർജുനാണോ വിജിലൻസ് എന്ന മറുചോദ്യം ഉന്നയിച്ചായിരുന്നു കോടതി വിമർശിച്ചത്. ലോകായുക്തയിലും മറ്റും കേസ് നടക്കുന്നുണ്ട് എന്തുകൊണ്ട് വിജിലൻസ് കോടതി അടച്ചുപൂട്ടണമെന്നാണോ കരുതുന്നത്? എന്തുകൊണ്ടാണ് കെ ബാബുവിന്റെ വീട്ടിലും സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ചും പരിശോധന നടത്താതിരുന്നത്? ബിജു രമേശിന്റെ മൊഴി രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു. പരാതിയിലെ ആരോപണം തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്, പരാതിക്കാരനല്ലെന്നും കോടതി പറഞ്ഞു. ഇനി അന്വേഷണം നടന്നു വരുമ്പോൾ വാദിയായിട്ടുള്ള ഞാനല്ല, അല്ലെങ്കിൽ വാദികളല്ല ഈ പറഞ്ഞ രേഖകൾ മുഴുവൻ കോടതിയിൽ സമർപ്പിക്കേണ്ടത്. കാരണം ഒരു കേസ് ഫയൽ ചെയ്താൽ ആ ആൾക്ക് ഇതെല്ലാം രേഖകൾ ഹാജരാക്കണം, അല്ലെങ്കിൽ പ്രതിയെ പിടിച്ചു കൊടുക്കേണ്ട ചുമതല ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി ആവർത്തിച്ച് പറയണ്ടായി. നേരത്തെ അന്വേഷിച്ച SP മാറ്റിയത് സംബന്ധിച്ചും കോടതി വിമർശനം ഉന്നയിച്ചു. മന്ത്രി കെ ബാബുവിനെതിരെ FIR ഇട്ട് അന്വേഷണം നടത്തണം. വിജിലൻസ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതലയെങ്കിലും കോടതിയുടെ മേൽനോട്ടമുണ്ടാകുമെന്നും കോടതി അറിയിച്ചു. 3 മാസത്തെ സമയം ALO ആവശ്യപ്പെട്ടുവെങ്കിലും ഫെബ്രുവരി 22-നകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. ബാർക്കോഴയിൽ കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന നിലപാട് സ്വീകരിക്കുന്ന വിജിലൻസിനും സർക്കാരിനും തൃശൂർ വിജിലൻസ് കോടതിയുടെ നിലപാട് ശക്തമായ തിരിച്ചടിയായിരിക്കുകയാണ്. റിപ്പോർട്ടർ, തൃശൂർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം വി ശിവൻകുട്ടി, MLA, T സിദ്ദിഖ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ബിജു രാധാകൃഷ്ണൻ അടക്കമുള്ള മറ്റുള്ളവരും ചർച്ചയിൽ വിവിധ ഘട്ടങ്ങളിൽ പങ്കുചേരും. ആദ്യം ശ്രീ വി ശിവൻകുട്ടി, 2014 ഡിസംബർ 15 രാത്രി 7 മണിക്ക് താങ്കളുടെ വസതിയിൽ എന്താണ് നടന്നത്? ഈ പറഞ്ഞ ഡേറ്റിൽ എൻ്റെ വസതിയിൽ വേറെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ എന്താ ഉദ്ദേശം എനിക്കറിയില്ല. മന്ത്രി ബാബു ടെലിവിഷനിലൂടെ പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. എൻ്റെ വീട്ടിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ബാർ ഉടമകളും ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തി ബാബുവിനെ താഴെ ഇറക്കത്തിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തിയായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഈ ആരോപണം ഞാൻ ശക്തിയായി തന്നെ നിഷേധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അല്ല, എങ്ങനെ നിഷേധിക്കുന്നു? അങ്ങനെയൊക്കെ നിഷേധിച്ച് പോകല്ലേ ശ്രീ വി ശിവൻകുട്ടി? എങ്ങനെ നിഷേധിക്കുന്നു? ബാബു പറയുന്നത് ടവർ ലൊക്കേഷൻ നോക്കിയാൽ കോടിയേരിയും ശിവൻകുട്ടിയും ബിജു രമേശും ഈ ടവർ ലൊക്കേഷനിൽ, ഒറ്റ ടവർ ലൊക്കേഷനിൽ ഉണ്ടാകുമെന്നാണ്. ഒരു മന്ത്രിയാണത് പറയുന്നത്. അതെ, ടവർ ലൊക്കേഷൻ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പൂരമുണ്ട്. അയാൾ നിയമസഭയിൽ ഇതിനു മുമ്പേ പേര് വെളിപ്പെടുത്താതെ ഈ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 10 കോടി രൂപ വാങ്ങിയതാണല്ലോ നമ്മുടെ താങ്കൾ ഇപ്പോഴും പറയുന്നില്ല. ബാർ മുതലാളിമാരെ 2014 ഡിസംബർ 15 രാത്രി 7 മണിക്ക് തിരുവനന്തപുരത്തെ താങ്കളുടെ വസതിയിൽ കോടിയേരി ബാലകൃഷ്ണനും ബിജു രമേശും താങ്കളോടൊപ്പം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, തീർത്തും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, കെ ബാബുവിന് ഇത്രമാത്രം ബാബുവിനെ മന്ത്രിസ്ഥാനം രാജിവയ്ക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഗൂഢാലോചനയാണ് നടന്നതെങ്കിൽ ബാബുവിൻ്റെ കയ്യിലാണ് കേരള ഗവൺമെന്റ്. മന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഒരു വെള്ള പേപ്പറിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാണോ, അതോ താങ്കളുടെ വസതിയിൽ 2014 ഡിസംബർ 15 രാത്രി 7 മണിക്ക് കോടിയേരിയും ബിജു രമേശും ഒത്തുകൂടിയിട്ടില്ല എന്നാണോ? ഇതേ ചർച്ചയിൽ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ നിരവധി തവണ ബിജു രമേശ് വന്നിട്ടുണ്ട് എന്ന്. അതിന് തൊട്ടു മുമ്പ് ബിജു രമേശ് പറഞ്ഞു വെച്ചത് ബിജു രമേശ് ഒരിക്കലും വി ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നാണ്. പക്ഷെ തുടർന്ന് താങ്കൾ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടപ്പോൾ താങ്കൾ അപ്പോൾ തന്നെ പറഞ്ഞു ബിജു രമേശ് മാത്രമല്ല, ബിജു രമേശിൻ്റെ അച്ഛൻ രമേശൻ കോൺട്രാക്ടറും എൻ്റെ വീട്ടിൽ നിരവധി തവണ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ബിജു രമേശ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, കോടിയേരി നിരവധി തവണ താങ്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2014 ഡിസംബർ 15 ആ ഒത്തുകൂടൽ ഉണ്ടായിട്ടുണ്ടോ? ഒത്തുകൂടൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ. അഥവാ ഒത്തുകൂടൽ ഉണ്ടെന്ന് ഈ മന്ത്രി തൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരു ന്യായമാണ്. മന്ത്രി എന്നുള്ള നിലയിൽ താങ്കളിത് പറയുമ്പോൾ അങ്ങനെ ഒരു 10 കോടി രൂപയുടെ അഴിമതി ആരോപണവും അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് താഴെ ഇറങ്ങലും ഒരു മന്ത്രി രാജിവെക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബാബു ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ ബാബു ചെയ്യേണ്ടത് ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ എന്റെയും ബിജു രമേശിന്റെ പേരിൽ ഒരു വെള്ള പേപ്പർ, പ്രധാനപ്പെട്ട കാര്യം ശ്രീ ടി സിദ്ദിഖ്, 10 കോടി രൂപ ഇവിടെ ഈ മന്ത്രിസഭയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബാറുടമകളുമായി ചേർന്ന് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി CPM, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ MLA ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ ഒരു വീട്ടിലിരുന്ന് ഗൂഢാലോചന നടത്തി ഈ സർക്കാരിനെ അട്ടിമറിക്കാനും
മന്ത്രിമാരെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ വിഷയമാണ്. കേരള കോൺഗ്രസ് എം അങ്ങനെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ ബാബുവിന് കോടിയേരിയുടെയും ശിവൻകുട്ടിയുടെയും പേര് പറയാനുള്ള ധൈര്യമുണ്ട് എങ്കിൽ അത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താൻ ധൈര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ടവറൊക്കെ നോക്കിക്കൊണ്ടായിരിക്കുമല്ലോ ഇന്നിപ്പോൾ ആ പേരുകൾ പുറത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിലുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് നിങ്ങളെ പിന്മാറ്റുന്നത് എന്താണ്? ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ കെ ബാബു വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. നേരത്തെ ബാബു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബു ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന തന്റെ ഡീഫാമേഷൻ കേസിൽ ബിജു രമേശിനെതിരായിട്ട് കൊടുത്ത കേസിലും അതോടൊപ്പം വിജിലൻസിന് കൊടുത്ത മൊഴികളിലും ഈ ഗൂഢാലോചനയെ പറ്റി വളരെ ഗൂഢാലോചന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ബാബു പറഞ്ഞത് എന്ന് താങ്കൾ പറയുമ്പോൾ എന്ത് തെളിവാണുള്ളത്? ഒരു പ്രമുഖന ഒരു ശ്രീ കോടിയേരിയുടെ പേര് ഒരു പ്രമുഖനായ വ്യക്തി പങ്കെടുത്തു. ആ വിഷയത്തിൽ നിന്ന് മാറാൻ ഞാൻ അനുവദിക്കില്ല. ശ്രീ ടി സിദ്ദിഖ്, താങ്കൾ പറയുന്നു കെ ബാബു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്ന്. ബാബുവിന്റെ കയ്യിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ എന്ത് തെളിവുണ്ട്? വളരെ കൃത്യമായി ദിവസം, സമയം, പങ്കെടുത്ത ആളുകൾ ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി പറയുന്നു എന്നുള്ളത് മാത്രമല്ല, ടവർ ലൊക്കേഷൻ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും എന്ന് കെ ബാബു പറയുമ്പോൾ അതിന്റെ ഉപോത്ബലകമായിട്ടുള്ള എല്ലാ തെളിവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ശബ്ദം എന്തായാലും പറയാ ശബ്ദരേഖ, ആ ശബ്ദരേഖ പുറത്തുവിടാൻ തയ്യാറായിരുന്നു. ഒരു മന്ത്രിയാണ് ബാറുടമകളുടെ യോഗത്തിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടത്. ആ ഘട്ടത്തിൽ അത് ആളുകൾ പുച്ഛിച്ചിരുന്നു. പക്ഷേ അത് ചെയ്യാൻ തുനിയുന്ന കെ ബാബുവിന് എന്തുകൊണ്ട് ഇതാ ടെലിഫോൺ ടവറിൻ്റെ ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ സ്വീകരിച്ച അല്ലെങ്കിൽ ഞാൻ കൈക്കലാക്കിയ രേഖ ഇതാ എന്ന് പറഞ്ഞ് പുറത്തുവിടാൻ കഴിയുന്നില്ല? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കോൾ ഡീറ്റെയിൽ റെക്കോർഡുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന രേഖ നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ആളുകളല്ലേ. കെ ബാബു ഇത് വെറുതെ പറഞ്ഞതല്ല. ഈ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളും അനുബന്ധ രേഖകളും ഒന്നും ഇല്ലാതെ ബാബു ഇത് പറയില്ല. ഒന്ന്, അതെല്ലാം വരുമല്ലോ, ചർച്ച ചെയ്യണമല്ലോ. ശിവൻകുട്ടി കടലാസ് ഇല്ലാതിരിക്കുവോ ശ്രീ ശിവൻകുട്ടി? ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കും, താങ്കളും ഒന്ന് കേൾക്കുക. ഇത് 10 കോടി രൂപയുടെ അഴിമതി ആരോപണം അങ്ങ് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഉന്നയിക്കാൻ ഒരു മന്ത്രി ബാബുവിനെതിരായിട്ട്, കേരള സംസ്ഥാനത്തിൻ്റെ മന്ത്രിക്കെതിരായിട്ട് ഉന്നയിക്കുന്നതിന് വേണ്ടിയും അത് കോടതി മുമ്പാകെ പറയുന്നതിന് വേണ്ടിയും അത്ര മണ്ടന്മാരൊന്നുമല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളും ഇവിടുത്തെ മുതലാളിമാരും ബാറുടമകളും ഒക്കെ തന്നെ. ഒന്നത്. രണ്ട്, ഈ ബാറുടമകളുടെ സഹായത്തോടു കൂടി നമ്മളിപ്പോ ബിജു രമേശിന്റെ ആരോപണങ്ങളിലേക്ക് താങ്കൾ നിർദ്ദേശിക്കുന്ന വിധത്തിൽ പോവുകയാണെങ്കിൽ, ബിജു രമേശ് പറയുന്നുണ്ട് 50 ലക്ഷം രൂപ വീതം 2 തവണ കെ ബാബുവിന്റെ കയ്യിൽ കൊടുത്തു, ഓഫീസിലും വീട്ടിലുമായി കൊടുത്തു എന്ന്. ബിജു രമേശിന് ഇതുവരെ ഏത് ദിവസമാണ് കെ ബാബുവിന് പണം കൊടുത്തത് എന്ന് പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് ടെൻറ്റേറ്റീവ് ഡേറ്റ് മാത്രമാണ് ബിജു രമേശ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം കെ ബാബുവിനെതിരെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ കോടതി പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് സാങ്കേതികത്വത്തിൽ പിടിച്ചു തൂങ്ങാതെ കെ ബാബു കടലാസ് കൊണ്ട് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ കെ ബാബു വളരെ കൃത്യമായ രീതിയിൽ തീയതി വെച്ച് പറയുകയാണ് 2014 ഡിസംബർ 15 ഈ മന്ത്രിസഭയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വി ശിവൻകുട്ടിയുടെ വസതിയിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട് എന്ന്. അതിനെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണമാണ്. താങ്കൾ വഴുതി കളിക്കുക. എൻ്റെ വസതിയിൽ അങ്ങനെ ഒരു യോഗം ചേർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ബാബു കേരള ജനതയോട് കാണിച്ച ഔദാര്യമൊന്നുമല്ല. വിജിലൻസ് കേസിൽ പ്രതിയായ ബാബു മന്ത്രിയായി തുടരാൻ വേണ്ടി പറ്റില്ല. അതിൽ പിന്നെ ഒരു സംശയം. നിങ്ങളുടെ LDFന്റെ ഭരണകാലത്ത് വിജിലൻസ് കേസെടുത്തിട്ട് FIR ഇട്ടിട്ട് മന്ത്രിമാരെ രാജിവെച്ചിട്ടുണ്ടോ? അല്ല, അതിപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കണം. എന്ന് മാത്രമല്ല,
ഒരു ഗൂഢാലോചന നടക്കുന്നത് ഒരു ഗൂഢാലോചന നടത്തുന്നത് ഒരാളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആലോചന നടത്തി അയാളെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നാണല്ലോ ഗൂഢാലോചന ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ ഇപ്പം പിന്നെ ഈ ആരോപണങ്ങൾ തന്നെ ഈ പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ വന്ന കാര്യങ്ങളാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചൊരു ഗൂഢാലോചന നടന്നിട്ടില്ല. ഇത് ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി പിന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ അയാൾ ചെയ്യേണ്ട മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് ഈ നിയമവ്യവസ്ഥയോട് എന്തെല്ലെങ്കിലും കൂറുണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് അയാളൊരു വെള്ള പേപ്പറിൽ പിന്നെ കത്തെഴുതി ഇത്രയും 2 വർഷക്കാലം കാത്തിരിക്കാതെ അന്ന് തന്നെ വെള്ള പേപ്പറിൽ ഒരു കത്തെഴുതി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അന്വേഷണം നടത്തി ഞങ്ങളുടെ പേരിൽ കേസെടുക്കണമായിരുന്നു ഗൂഢാലോചനയ്ക്ക് വേണ്ടി. തുടരുക. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2.5 മാസം മുമ്പ് കെ ബാബു രാജി കൊണ്ടു കൊടുക്കുന്നത് തൃപ്പൂണിത്തുറയിൽ ഇനിയിപ്പോൾ അവിടെ ഒരു സാധ്യതയില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. 3ാം സ്ഥാനത്തേക്ക് UDF പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു. കുറെ കൂടി സമയം വാങ്ങുക എന്നുള്ളതാണോ അതോ ബാബു പറയുന്നത് പോലെ ഇതിലൊരു ധാർമ്മിക വിഷയം ബാബുവിനെ വേട്ടയാടുന്നുണ്ടോ? അല്ല, ധാർമ്മികതയുടെ പേരിൽ ബാബു രാജിവെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 2014 രാജിവെക്കണം. ശ്രീ കെ എം മാണിയും അന്ന് രാജിവെക്കണമായിരുന്നു. 2 പേരും പരമാവധി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കൂഴച്ചക്ക കാക്ക ഒത്തുന്ന രീതിയിൽ ഇപ്പോൾ ഉണക്കത്തേങ്ങ വീഴുന്ന രീതിയിലാണ്. ആദ്യം മാണി വീണു, ഇപ്പോൾ ബാബു വീണു. ഇനി സരിതയുടെ വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ ആരൊക്കെ വീഴും നമുക്ക് നോക്കിയിരിക്കാം. അങ്ങനെ ഉണക്കത്തേങ്ങ ഓരോന്നോരോന്നായിട്ട് വീഴുക, അവസാനം കൊല വെട്ടി താഴ്ത്തു വീഴുന്ന സീനും നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു മന്ത്രിസഭയിൽ ആർക്കെങ്കിലും തുടരാൻ കഴിയുമോ? ഇപ്പോൾ ഒരു പരാതി കൊണ്ടു കൊടുക്കുന്നു, 10 ദിവസം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറയുന്നു, വിജിലൻസിന് സമയം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് FIR ഇട്ടോളൂ എന്നൊരു കോടതി പറയുകയാണ്. സമാനമായ വിധത്തിലുള്ള കേസുകൾ ലോകായുക്തയിലും ഹൈക്കോടതിയിലും ഒക്കെ ഉണ്ട്. ബാബു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ സുപ്രീം കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നടത്തണമല്ലോ. ഇപ്പോൾ കെ മാണിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ക്വിക്ക് വെരിഫിക്കേഷൻ സമയത്ത് നടത്തിയത്? 45 ദിവസത്തിനകത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ലേ? ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR ഇട്ടു. മാണി സാറ് രാജിവെച്ചില്ല, അദ്ദേഹം കടിച്ചു തൂങ്ങി നിന്നു. അത് കോടതിയിൽ ചെന്നപ്പോൾ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു, അദ്ദേഹത്തിൻ്റെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ചു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പരിശോധിച്ചു, ഔദ്യോഗിക വസതിയിൽ പോയി, മരങ്ങാട്ട് പള്ളിയിൽ പോയി, പാലായിൽ പോയി, ഒക്കെ അന്വേഷിച്ചു പോലീസുകാർ. കൃത്യമായി അന്വേഷണം നടത്തി. കാരണം അന്വേഷണമുണ്ട്, കോടതി വിധിയുണ്ട്. അല്ല, അതെല്ലാം കൃത്യമായിട്ട് നടത്തി. ബാബുവിനെതിരായിട്ട് അത് മാത്രമല്ല, നുണപരിശോധന വരെ നടത്തി. അതെ, അമ്പള്ളിയുടെ നുണപരിശോധന എല്ലാം കൃത്യമായിട്ട് നടത്തി. പക്ഷെ അതുപോലെ ബാബുവിൻ്റെ എന്തുകൊണ്ട് നടത്തിയില്ല? ചോദ്യം വളരെ ഉത്തരം വളരെ വ്യക്തമല്ലേ. ബാബു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് നടത്തിയില്ല, മറ്റത് ഘടകകക്ഷിയായിട്ട് നടത്തി. അദ്ദേഹത്തിൻ്റെ പതനം ഇവരാഗ്രഹിച്ചു, ബാബുവിനെ തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അവസാനം ബാബു കൊടുക്കും എന്ന ഘട്ടം വന്നപ്പോൾ കെ എം മാണിയെ കൂടി രക്ഷിക്കാൻ ശ്രമിച്ചു. അവസാനം കെ എം മാണിയും പോയി, ബാബു പോയി. ഇത്രയേ സംഭവമുള്ളൂ. അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു അന്വേഷണം ബാബുവിൻ്റെ കാര്യത്തിൽ നടത്തായിരുന്നില്ലേ? ഇതുപോലെ ആരോപണം വരുന്നു, അതിൽ വല്ല സത്യമുണ്ടോ? ടാക്സ് സെക്രട്ടറിയുടെ മൊഴിയുണ്ട്, എക്സൈസ് കമ്മീഷണർ മൊഴിയുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ആദ്യം ബാർ ലൈസൻസ് കൂട്ടാൻ ഉദ്ദേശിച്ചു, പിന്നെ കുറയ്ക്കാൻ ഉദ്ദേശിച്ചു, പിന്നെ കുറച്ചു. കൂട്ടാൻ ഉദ്ദേശിച്ചേക്കാൾ കുറച്ചു പറഞ്ഞു. അവർക്ക് എറണാകുളത്ത് അന്വേഷണം നടക്കുകയും എന്നാൽ കേസെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താത്തത് കൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ട എന്നുള്ളതല്ലേ? പ്രാഥമികമായ അന്വേഷണം നടന്നു. മാണിയുടെ കാര്യത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ആയിരുന്നു, ബാബുവിന്റെ കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണമായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമായിരുന്നു. ശ്രീ ടി സിദ്ദിഖ്, ബാബുവിന്റെ കാര്യത്തിലും മാണിസാറിന്റെ കാര്യത്തിൽ നടത്തിയതുപോലെ സുതാര്യമായ ഒരു അന്വേഷണം ഉണ്ടായിരുന്നുവെങ്കിൽ കോടതിക്ക് തോന്നുകയാണ്, കോടതിയെ പൊട്ടന്മാരാക്കുകയാണ്. എന്താണ്, ഗാന്ധീവം നഷ്ടപ്പെട്ട അർജുനന്റെ അവസ്ഥയിലാണോ വിജിലൻസ് എന്ന് വിജിലൻസ് കോടതി ചോദിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയില്ലാത്തൊരു സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടെങ്കിൽ അത് വിജിലൻസ് ആണെന്ന് വിജിലൻസ് കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ബാബുവിനെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ തത്രപ്പാടാണ്. ബാബുവിനെ കൊടുക്കാനുള്ള രമേശിന്റെ ഗൂഢാലോചനയാണെന്ന് വേണമെങ്കിൽ പറയാം. കർണൻ തൻ്റെ സ്വന്തം കവചകുണ്ടലം കൊടുത്ത് അർജുനെ വധിക്കാൻ വേണ്ടി അസ്ത്രം വാങ്ങിയിട്ട് അസ്ത്രം അർജുനെ വധിക്കാനല്ല അത് ഉപയോഗിക്കേണ്ടി വന്നത്, ഭീമന്റെ മകൻ ഘടോത്കചനെയാണ്. ആ അനുഭവം വരാൻ പോകുന്നത് സത്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾക്കെതിരെ വച്ചത് ഇപ്പോൾ ഗൂഢാലോചനയും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും മദ്യലോബിയുടെ കൂടെ നടന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന് വരാൻ പോവുക. സ്വന്തം മദ്യ നയം എന്താണെന്ന് ഇതുവരെ പറയാൻ സാധിക്കാത്ത അങ്ങനെ ഒരു നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ
ശ്രീ ടി സിദ്ദിഖ്, എനിക്ക് തന്നെ തോന്നുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൃത്യമായ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് എങ്കിൽ ഡേറ്റ് അറിയാം, അത് വിജിലൻസിന് കൊടുത്താൽ പോരെ? അതിന് വിജിലൻസിന് മാത്രമല്ല, ഒരു അന്വേഷണം ഏർപ്പാടാക്കിയത് ഈ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വി ശിവൻകുട്ടി കോടിയേരി ബാലകൃഷ്ണൻ വന്നു ചേരുന്നു, ബിജു രമേശ് വന്നു ചേരുന്നു. എന്തായാലും വി ശിവൻകുട്ടിയും കോടിയേരി ബാലകൃഷ്ണനും ബിജു രമേശും 3 പേരും ഒന്നിച്ചു ചേരേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഇല്ലല്ലോ. ഇല്ല അത് കൊടുത്താൽ മതിയായിരുന്നു. വിജിലൻസുകാർക്ക് അത് വെച്ച് അന്വേഷിക്കാം. സിദ്ദിഖ്, ഇത് കെ ബാബുവിനെ വളരെ വ്യക്തമായിട്ട് പറയാം. അദ്ദേഹം ഒരു മന്ത്രിയല്ലേ, കേരള സംസ്ഥാനത്ത് വേറൊരു വഴിപോക്കനല്ല. അദ്ദേഹത്തിന് പറയാം, വി ശിവൻകുട്ടിയും കോടിയേരി ബാലകൃഷ്ണനും ബിജു രമേശും മറ്റെല്ലാ അബ്കാരികളും അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടിയിരുന്ന് ആലോചിച്ചു, ബാബുവിനെ കൊടുക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. ക്വിക്ക് വെരിഫിക്കേഷനിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഇവരുടെ പേരിലാണ് കേസെടുക്കേണ്ടത്, വ്യാജ ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ പ്രശ്നം നിർത്തത്. എൻ്റെ ബലമായ വിശ്വാസം പൊന്നു സിദ്ദിഖ്, ഇത് രമേശിൻ്റെ വക്രബുദ്ധിയാണ്. നമ്മുടെ ബാബുവിനെ കൊടുക്കാൻ വേണ്ടി, ബാബു ഉമ്മൻചാണ്ടിയുടെ വലം കൈയാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ ഒരു ഉഴപ്പൻ അന്വേഷണം നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? അന്വേഷണം നടത്തിയപ്പോൾ എത്ര വിജിലൻസുകാർ എത്ര മോശമായിട്ട് അന്വേഷിച്ചാലും രമേശ് രാജിവെക്കേണ്ടി വരില്ലല്ലോ. രാജിവെക്കേണ്ടത് ബാബുവാണ്. ബാബു കുടുങ്ങി. ഇപ്പം അതിലുണ്ടായിട്ടുള്ളത് എൻ്റെ ബലമായ വിശ്വാസം അതാണ്. അങ്ങനെ പറയാനേ സാധ്യതയുള്ളൂ. സിദ്ദിഖ്, അല്ലെങ്കിൽ മാണിക്കെതിരെ ഇത്ര കാര്യമായ അന്വേഷണം നടത്തിയ വിജിലൻസുകാർ എന്തുകൊണ്ട് ബാബുവിൻ്റെ കാര്യത്തിൽ ആ ശുഷ്കാന്തി കാണിച്ചില്ല? ബാബു കുടുങ്ങട്ടെ, അവൻ തൂങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പറയൂ സിദ്ദിഖ്. കഴിഞ്ഞല്ലോ. ഒന്ന്, നിങ്ങൾ പറഞ്ഞു മാണി സാറുടെ കേസിൽ QV ആണ് നടന്നത്, ബാബുവിന്റെ കേസിൽ ഒരു എൻക്വയറിയാണ് നടന്നത്. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ FIR ഇടുന്നതിന് മുമ്പേ അന്വേഷണം നടക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ വിജിലൻസിന്റെ ഇന്റേണൽ പദപ്രയോഗം മാത്രമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോ കെ ബാബു പറഞ്ഞത് കേട്ട് ഞങ്ങൾ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടന്നില്ല? കാരണം ബാബു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്ന് താങ്കൾ പറഞ്ഞു. ബാബുവിൻ്റെ കയ്യിൽ ടവർ ലൊക്കേഷൻ്റെ രേഖകളുണ്ട് എന്നും താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശിവൻകുട്ടിയും കോടിയേരിയും ബിജു രമേശും ഒന്നിച്ചൊരു വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇല്ല എന്ന് ആര് പറയുന്നു? വി ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നു, കോടിയേരി പറയുകയും ചെയ്യുന്നു, ബിജു രമേശ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അത് തെളിയിക്ക് ഒരു അന്വേഷണത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു സാധനമായി ഇവർ 3 പേരും പൊതുപ്രവർത്തനം നിർത്തി പോകേണ്ടി വരും. ശിവൻകുട്ടി MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പാർട്ടി മെമ്പർമാരോടും അനുഭാവികളോടും നാട്ടുകാരോടും മാപ്പ് പറയേണ്ടതായിട്ട് വരും. ഞാൻ ആവശ്യപ്പെടും അദ്ദേഹത്തോട് രാജിവെക്കാൻ. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ധാർമ്മികമായ അവകാശമുണ്ടോ? രാഷ്ട്രീയമായ അധികാരമുണ്ടോ? ഇല്ല, രാജിവെക്കേണ്ടി വരും. അത് അപ്പം രാജിവെക്കേണ്ടി വരും. ഇനി സിദ്ദിഖ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടും. സിദ്ദിഖ് പറയും. കോടിയേരി ബാലകൃഷ്ണൻ ശിവൻകുട്ടിയെ വിട്. കഴിഞ്ഞല്ലോ, ഞാൻ പറയാം. ഒന്ന്, ഈ ഞാൻ പറയട്ടെ, ഈ ഒന്നിന് തന്നെ കുറെ സമയം എടുക്കുന്നു സിദ്ദിഖ്. ഒന്ന് ഈ ആരോപണം നിലവിൽ വിജിലൻസിന്റെ മുമ്പിൽ ശ്രീ കെ ബാബു വളരെ കൃത്യതയോടുകൂടി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. വിജിലൻസ് അതിന്റെ ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശേഖരിച്ചിട്ടുണ്ടാകണം. വിജിലൻസിന്റെ മുമ്പിൽ കൃത്യതയോടുകൂടി കെ ബാബു ഇതിന്റെ കോൺസ്പിറസി സൈഡ് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. 2, എന്തുകൊണ്ട് ബാബു സെപ്പറേറ്റ് പരാതി കൊടുത്തില്ല? അത് രാഷ്ട്രീയമാണ്. ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ബാർ മുതലാളിമാരുടെ കൂടെ കൂടി അവരുടെ ആരോപണം ഏറ്റെടുത്ത്, ബാർ മുതലാളിമാർ മാത്രമല്ല, ഒരു 4-കിട ക്രിമിനൽ ബിജു രാധാകൃഷ്ണന്റെ വക്കാലത്ത് ഏറ്റെടുത്തവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അതുകൊണ്ട് അവരെന്തു ഏറ്റെടുക്കും? അത് പോട്ടെ. ഞാൻ പറഞ്ഞത്, ഈ കാര്യം വിജിലൻസിന്റെ മുമ്പിൽ അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉപോത്ബലകമായ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ടാകും, തർക്കമില്ല. അത് ബാബുവിന്റെ കയ്യിലും അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുണ്ടാകും. കേരളം നാളെ ചർച്ച ചെയ്യാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡിബേറ്റ് തന്നെയാണ് ഈ ആരോപണം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇതിലൊന്നും ഒളിച്ചോടുന്ന പ്രശ്നവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ബാബുവിന്റെ രാജി ചർച്ച ചെയ്യുമ്പോൾ സിദ്ദിഖ് പറയുന്നത് നാളെ ബാബു ആ രേഖയും കൊണ്ട് വരുമെന്ന്, കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് ബാബുവിന്റെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ. ശ്രീ ശിവൻകുട്ടി, എന്റെ ചോദ്യം ഇതാണ്. താങ്കൾ ബിജു രമേശ് തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിജു രമേശിൻ്റെ അച്ഛൻ രമേശൻ കോൺട്രാക്ടർ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടിയേരി സ്വാഭാവികമായും പി ഗോവിന്ദപിള്ളയുടെ വസതി സന്ദർശിക്കാതിരിക്കില്ലല്ലോ. പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ടാവും, താങ്കളെ കാണാനും വന്നിട്ടുണ്ടാവും. പല ഘട്ടങ്ങളിൽ ഇവർ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന താങ്കൾ പക്ഷേ ഈ ദിവസം വന്നില്ല എന്ന് പറയുന്നത് താൽക്കാലിക രക്ഷക്കാണോ? അങ്ങനെയാണെങ്കിൽ നാളെ
ബാബു ആ രേഖകൾ പുറത്തുവിട്ടാൽ നേരത്തെ ജയശങ്കർ പറഞ്ഞതുപോലെ വലിയ പ്രത്യാഘാതമാണ് അതിനുണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നതാണ് നല്ലത്. ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞല്ലോ, ഞങ്ങൾക്ക് കേരളത്തിലെ ബാർ മുതലാളിമാരെ പിടിച്ചുകൊണ്ട് UDF ഗവൺമെൻറ്റിനെ രാജിവെക്കേണ്ട കാര്യമില്ല. ജയശങ്കർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോന്നാറ്റം വീണുകൊണ്ടിരിക്കുകയാണ്. VS സുധീരൻ്റെ ജാഥ ഇവിടെ എത്തുന്നതോടുകൂടി ഇനി കൂടുതൽ മന്ത്രിമാർ രാജിവെക്കാൻ ഉള്ള അവസരം നമുക്ക് കാണുകയാണ്. ഇത് KM മാണി, പിന്നെ മാണി പറയുന്നില്ലല്ലോ അദ്ദേഹത്തിന് ഗൂഢാലോചന നടത്തിയിട്ടാണ്, മാണി പറയുന്നുണ്ട് ഗൂഢാലോചന, കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയിട്ടാണ് മാണിയെ പുറത്താക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്ന് മാണി പറയുന്നുണ്ട്. കോഴയും കൈക്കൂലിയെല്ലാം വാങ്ങി അവസാനം നാറുന്ന അവസരത്തിൽ ആരെങ്കിലും പുറത്തുകൊണ്ട് ചാരി വെച്ചിട്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കേരള ജനതയ്ക്ക് വളരെ പുച്ഛമാണ്. ഇതൊന്നും ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ, ഗൂഢാലോചന നടത്തുമെന്ന് വെച്ചാൽ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പാണ്. ഇത് ഈ ബാബു 10 കോടി രൂപ വാങ്ങിയെന്നും കോടിയേരി താങ്കളുടെ വീട്ടിൽ വന്ന് ബിജു രമേശ് അടക്കമുള്ള ബാർ ഉടമകൾക്ക് വാഗ്ദാനം നൽകുന്നത് നിങ്ങൾ മാണിക്കും ബാബുവിനെതിരെയും മാത്രം ആരോപണം ഉന്നയിച്ചാൽ പോരാ, കൂടുതൽ മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഈ മന്ത്രിസഭ വീഴും. അപ്പോൾ LDFൻ്റെ മന്ത്രിസഭ വരും. LDFൻ്റെ മന്ത്രിസഭ വന്നാൽ നിങ്ങൾക്ക് ബാറുകളെല്ലാം തുറന്നു തരാം. അല്ലാതെ വെറുതെ അവിടെ ബിജു രമേശോ അല്ലെങ്കിൽ ബാറുടമകളോ വന്ന് ചർച്ച നടത്തിപ്പോയി അതിൻ്റെ ഒരു സുഖമല്ല ബിജു രമേശിനും ബാറുടമകൾക്കും വേണ്ടത്. അതിനപ്പുറത്തേക്ക് ബാറുകൾ തുറന്നു തരിക എന്ന ആവശ്യം നിവർത്തിച്ച് കിട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇന്ന് ബാബു ആവർത്തിച്ച് വെല്ലുവിളിച്ചത് കൊച്ചി പ്രസ് ക്ലബിൽ. നിങ്ങൾ LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ബാറുകൾ തുറന്നു കൊടുക്കില്ല എന്ന് വിളിച്ചു പറയാമോ എന്ന്, ഉറപ്പിച്ച് പറയാമോ എന്ന്. ശ്രീ വി ശിവൻകുട്ടി, താങ്കളൊരു തലയെടുപ്പുള്ള നേതാവല്ലേ, താങ്കൾക്ക് പറയാമല്ലോ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ബാറുകൾ തുറന്നു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? തുറന്നു കൊടുക്കാതിരിക്കണം, നല്ല കാര്യമായി. നികേഷ്, അതായത് ബാബു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയ നിയമസഭയിൽ നടക്കുന്ന അവസരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ വെച്ച് എനിക്കെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ ബാബു പറയുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഇപ്പോൾ രാജിവയ്ക്കാൻ നിർബന്ധിക്കപ്പെട്ട അവസരത്തിൽ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഉന്നയിക്കപ്പെട്ടതാണ്. ബാർ മുതലാളിമാരോട് ഞങ്ങൾ വേറെ ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല. ഈ വരാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഈ ബാറിൻ്റെ കാര്യത്തിൽ LDF സ്വീകരിക്കുന്ന നേരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കും. അതല്ലാതെ നികേഷ് പറഞ്ഞതുപോലെ എനിക്ക് ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയം. അക്കാര്യത്തിലൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ശ്രീ വി ശിവൻകുട്ടി താങ്കൾക്ക് ഒറ്റയ്ക്ക് പറയാൻ കഴിയാത്തത്. കേരളത്തിലെ എനിക്കൊരു ചോദ്യം. ഹലോ, എനിക്കൊരൊറ്റ ചോദ്യം ശിവൻകുട്ടിയോട്. ശിവൻകുട്ടി, നിങ്ങൾ പഠന കോൺഗ്രസ് നടത്തി, പിണറായി വിജയൻ പലർക്കും അഭിമുഖം കൊടുത്തു, കലാകൗമുദിയിലും മറ്റുള്ളതിലും അടക്കം. ഞാൻ ചോദിക്കുന്നു, പല കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. എന്താണ് മദ്യനയം എന്ന് പറയാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഒന്ന് പറഞ്ഞേ. ഈ മദ്യലോബിക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കാമെന്ന് ഉണ്ടാക്കിയ നിങ്ങളുടെ വീട്ടിലെ കരാറല്ലേ? ഒന്ന്. രണ്ട് മാർച്ച് മാസം 10-ാം തീയതി എറണാകുളം ഗോകുലം പാർക്കിൽ ശ്രീ ബിജു രമേശ് ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ബിജു രമേശിന്റെ പ്രസംഗം CD ആയി കേരളത്തിൽ പുറത്തു കൊണ്ടുവന്നു ശ്രീ ബാബു. ആ പ്രസംഗം ഞാൻ കോടിയേരിയോട് സംസാരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ബാറുകൾ തുറക്കാൻ, നമ്മുടെ അബ്കാരി ബിസിനസ് തുടരാൻ സൗകര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ കണ്ടീഷനാ, മറ്റുള്ള മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കണം. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം എന്നുള്ളതാണ് ബിജു രമേശിന്റെ ഏറ്റവും വലിയതായിരിക്കുന്ന പ്രസ്താവന. അത് രണ്ടാമത്തെ തെളിവ്. ഞാൻ ചോദിക്കുന്നു, മദ്യനയം പറയാത്തത് മദ്യലോബിയെ സഹായിക്കാൻ വേണ്ടിയല്ലേ? ചോദ്യത അല്ല സിദ്ദിഖേ, ഈ തെളിവൊക്കെ വിജിലൻസിന് മുമ്പിലല്ലേ ഹാജരാക്കണ്ടേ? TV ചാനലിലാണോ? അത് വിജിലൻസിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നെങ്കിൽ ബാബു കുറ്റവിമുക്തനായല്ലോ. മാത്രം പറയാതെ ബാക്കി വെച്ചു. എക്സ്പ്രസ് ഹൈവേ, ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. IT, എന്തേ മദ്യനയം പറയാത്തത്?
എന്റെ മദ്യനയം പറയാത്തത് കലാകൗമുദിയിലെ അഭിമുഖത്തില് പിണറായി വിജയൻ കലാകൗമുദിയിലെ അഭിമുഖത്തിൽ പിണറായി വിജയൻ പറയാ 4 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാൻ കുറെ പണം കടം വാങ്ങി കുറെ പാവങ്ങൾ ഇത് പറഞ്ഞത് പിണറായി ശിവൻകുട്ടി അതിനെ നമ്മൾ പറയാത്തോണ്ടാണ് സിദ്ദിഖ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട്. ശിവൻകുട്ടി പറയട്ടെ. ഇല്ല, അങ്ങേരത് പറഞ്ഞ കാര്യം സിദ്ദിഖ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഈ 10 കോടി രൂപ ബാബു വാങ്ങിയ കാശ് യഥാർത്ഥത്തിൽ അവരുടെ പാർട്ടിക്കാരുടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. ആ വിവരം തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും പാട്ടാണ്. അത് ബാബു മാത്രം കൊണ്ടുപോയിട്ടുള്ള കാശല്ല. സിദ്ദിഖിന് കിട്ടിയോ ഇല്ലയോ എന്നുള്ള വിവരം സിദ്ദിഖ് വ്യക്തമാക്കേണ്ട കാര്യമാണ്. അത് പിന്നെ സിദ്ദിഖ് പറയട്ടെ കിട്ടിയോ ഇല്ലയോ എന്നുള്ള വിവരം. ഇവിടെ ഞങ്ങളുടെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. സത്യവുമായി ഒരു പുനബന്ധവുമില്ല എന്ന് കേരളത്തിലെ ജനം കേൾക്കട്ടെ. അല്ലല്ല, ഇത് മൂന്നാമത്തെ വിക്കറ്റാണ്. ചോദ്യത്തിന് മറുപടി എന്താണ് മദ്യനയം? അഴിമതി കേസിൽ ശ്രീ സിദ്ദിഖ്, അഴിമതി കേസിൽ ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്ന രണ്ടാമത്തെ ആളാണ്. കെ മാണിക്ക് ശേഷം കെ ബാബു. ഇവിടെ കെ ബാബുവിൻ്റെ പേരിൽ മാത്രമായി ഒരു ആരോപണം ഇല്ല. കെ ബാബു പണം സ്വരൂപിച്ച് ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു എന്നാണ് കഥ, അല്ലെങ്കിൽ ആരോപണം. ഇപ്പോൾ സ്വാഭാവികമായും കെ ബാബു രാജിവെക്കുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടിക്ക് പങ്കാളിത്തമില്ലേ? അല്ലെങ്കിൽ ശ്രീ വി ശിവൻകുട്ടി ചിലരൊക്കെ മനസ്സിൽ കണ്ട് മറ്റുള്ളവർക്ക് പണം വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മറ്റുള്ളവരില്ലേ? അപ്പോൾ ഇവിടെ കെ ബാബുവിൻ്റെ രാജിയോടുകൂടി ഈ കഥ അവസാനിക്കുന്നില്ല. ആ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നിയമസഭയിൽ ഞാൻ പറയാൻ വേണ്ടി പോവുക. ആരൊക്കെയാണെന്ന് വരാൻ പോകുന്ന നിങ്ങളെ പോലുള്ളവർ നടത്തി കൊടുക്കുമെന്ന് അതുകൊണ്ട് ശ്രീ വി ശിവൻകുട്ടി അതിപ്പോ തന്നെ പറഞ്ഞോളൂ. കെ ബാബു വാങ്ങിയ കാശ് യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഏക്കാർക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ KC-ക്കാർക്കും അതുപോലുള്ള ചില ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പേരൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. സിദ്ദിഖും യൂത്ത് കോൺഗ്രസ് ആണ്, പഴയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. സിദ്ദിഖിന് കൊടുത്തതായി ശിവൻകുട്ടിക്ക് വിവരമുണ്ടോ? അല്ല, സിദ്ദിഖാണ് പറയേണ്ടത് കിട്ടിയോ എന്നുള്ള വിവരം. പറയട്ടെ ശിവൻകുട്ടി, മറുപടി പറ. ആ ചോദ്യത്തിന്റെ നികേഷ് പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയും. അതെ, സിദ്ദിഖ് പറ കിട്ടിയോ ഇല്ല എന്നുള്ള വിവരം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഈ പണം സമാഹരിച്ചത്. ബാബു വാങ്ങി ഉമ്മൻചാണ്ടി കൊടുത്തു, ഉമ്മൻചാണ്ടി അത് അവിടെ എത്തിച്ചു എന്നൊക്കെയാണ് കഥകളാണത്. ഇതൊന്നും വാർത്തകളല്ല, കഥകളാണ്. സാധാരണഗതിയിലേക്ക് AICC കൊടുത്തുവിടുന്ന ഒരു കാശും കേരളത്തിൽ കിട്ടാറില്ല. അറിയാലോ, പെട്ടി വഴി വെച്ച് മുങ്ങി പെട്ടി അടിച്ചുകൊണ്ട് പോകുന്നവരാണ് KPCC നേതാക്കൾ എന്ന് പറയുന്നത്. എത്രയോ കഥകൾ നമ്മളിവിടെ ഉണ്ട്, എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശിവൻകുട്ടി, മാന്യതയോടും സത്യസന്ധമായും ആദ്യം സംസാരിക്കണം. നിങ്ങള് ഒരു കേരളത്തിലെ ജനങ്ങൾ കാണുന്ന ഒരു ചാനലിൽ വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോ ആ സംസാരത്തിന് ഒരു മിനിമം ആധികാരികതയെങ്കിലും വേണ്ടേ? മിനിമം ആധികാരികതയെങ്കിലും വേണ്ടേ? ഒരു മിനിമം. അല്ല, വലിയ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഗൂഢാലോചന പരിശോധിക്കാൻ വേണ്ടി പരാതി എഴുതി കൊടുത്തുകൂടായിരുന്നു, അല്ലെങ്കിൽ അന്വേഷിച്ചുകൂടായിരുന്നു? സമാനമായ വിധത്തിൽ ഞാൻ താങ്കളോട് വളരെ വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി കൊച്ചി പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. എല്ലാ ടെലിവിഷൻ ചാനലും അത് തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വെണ്ടക്കാക്ഷരത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ വീട്ടിലൊരു ഗൂഢാലോചന നടന്നുവെന്നും ബാർ ഉടമകൾ ആ യോഗത്തിൽ പങ്കെടുത്തുവെന്നും ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി താങ്കൾ കോടിയേരി ബാലകൃഷ്ണനെ കൂട്ടുപിടിച്ച് ശ്രമിച്ചു എന്നും പറഞ്ഞപ്പോൾ താങ്കൾക്കൊരു മാനനഷ്ട കേസ് കൊടുത്തുകൊണ്ടായിരുന്നു അങ്ങോട്ട്? സമയമാണല്ലോ. ഞാൻ ആലോചിക്കുന്നുണ്ടോ? ഞാൻ വളരെ ഗൗരവത്തോടെ തന്നെ ആലോചിക്കുന്നുണ്ടോ? ഞാൻ പത്രങ്ങളിൽ നിഷേധക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ ഞാൻ ആലോചിക്കും. ഒരു വക്കീൽ നോട്ടീസ് ഉറപ്പാണ് ശ്രീ ടി സിദ്ദിഖ്. കെ ബാബു ഓർത്തിരിക്കുക, കരുതിയിരിക്കുക. വരട്ടെ, വക്കീൽ നോട്ടീസ് വരട്ടെ. വക്കീൽ നോട്ടീസ് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ
നെല്ലും പതിരും തിരിച്ചറിയും, ഗൂഢാലോചന നടത്തിയവരെയും അറിയും, ഇതിന്റെ മുഴുവൻ അണിയറ ശില്പികളെയും അറിയും. കേരളത്തിലെ ജനം അത് പുറത്ത് എത്തിക്കാനുള്ള സൗകര്യ. ഞാൻ ശിവൻകുട്ടിയോട് ഒരു കാര്യം കൂടെ പറയുന്നു. ഇതേ കാര്യം തന്നെ ബിജു രമേശ്, കെ ബാബു കേസ് ഗ്രൂപ്പുകാരനായ മന്ത്രിയാണ് അഴിമതി കേസിൽ ആരോപണം വന്നതിനെ തുടർന്ന് രാജിവെച്ചു. അതിൻ്റെ ഒരു അതെങ്ങനെയാണ് കോൺഗ്രസ് പൊളിറ്റിക്സിൽ? ഇപ്പോൾ തൃപ്പൂണിത്തറ ഉദാഹരണത്തിന് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുക, അതിനുവേണ്ടി ഒരു 3 മാസം മന്ത്രിസ്ഥാനം ഒഴിച്ച് വെറും MLA ആയി നാട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടുതൽ സമയം നൽകും, കുറെ കൂടി എന്താ പറയുക, അതിനുള്ള ഒരുക്കത്തിനുള്ള ഒരു പ്രിപ്പറേഷനുള്ള സമയം കിട്ടും. ബാബു ഒരുങ്ങുന്നതിന് നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ VM സുധീരൻ KPCCയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ബാബുവിന് ഇനി തൃപ്പൂണിത്തറയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഒരുപക്ഷെ തെന്നല ബാലകൃഷ്ണപിള്ളയോ കെ മുരളീധരൻ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു ഭൂഷണമായിട്ട് എടുത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമായിരുന്നു. പക്ഷേ VM സുധീരനെ പോലെ, VM സുധീരൻ അങ്ങനെ വെറും ഒരു കോൺഗ്രസ് നേതാവല്ല, വെറും ഒരു KPCC പ്രസിഡന്റ് അല്ല. ഇവിടെ അദ്ദേഹത്തെ പോലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാൾ KPCCയുടെ പ്രസിഡന്റ്. വ്യക്തികൾക്ക് സീറ്റ് ഉണ്ടോ ഇവിടെ? എ ഗ്രൂപ്പിനും I ഗ്രൂപ്പിനുമായി വിഭജിച്ചു കൊടുക്കുകയല്ലേ സീറ്റുകൾ? അല്ല, അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VM സുധീരൻ ഇടപെടാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇടപെടും. അദ്ദേഹം KPCC പ്രസിഡന്റായിട്ട് ആ സ്ഥാനത്ത് അപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കെ ബാബുവിന് മാത്രമല്ല, കളങ്കിതരായ അല്ലെങ്കിൽ ആരോപണ വിധേയരായ പല ആളുകൾക്കും ഇത്തവണ സീറ്റ് ഉണ്ടാവില്ല. കുറച്ചുകൂടി സുതാര്യമായ പ്രതിച്ഛായുള്ള ആളുകൾക്കായിരിക്കും സീറ്റെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സുധീരനോട് വ്യക്തിപരമായിട്ട് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. സുധീരൻ KPCC പ്രസിഡന്റായിട്ടിരിക്കുകയാണെങ്കിൽ ബാബുവിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അങ്ങനെ ഉണ്ടോ ടി സിദ്ദിഖ്? ആരോപണ വിധേയർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള നട്ടെല്ല് VM സുധീരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമോ? ഒന്ന്, കേരളത്തിലെ ഒരു അസംബ്ലി സെഗ്മെന്റിലെ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആരാണെന്നുള്ളതും ഞങ്ങൾ ഇതുവരെ ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ബാർ മാഫിയ, മദ്യമാഫിയയും ഇടതുപക്ഷവും ചേർന്ന് നടത്തി കോൺസ്പിറസി നടത്തി ഏതെങ്കിലും ആളുകളെ തകർക്കാൻ നോക്കിയിട്ട് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റാത്ത മാനദണ്ഡമൊന്നും ഈ പാർട്ടിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എന്നെ സംബന്ധിച്ചില്ല. ആ പ്രതീക്ഷ നിങ്ങൾക്കേ ഉള്ളൂ. ഞങ്ങളുടെ ഏറ്റവും വലിയതായിരിക്കുന്ന ഐക്കൺ, ഒരു തർക്കവും വേണ്ട, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ ഇരയായ ബാബുവിനെ മുൻനിർത്തിയാണ് ഞങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തം പൊളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ബാബുവാണ് ഇനി ഞങ്ങളുടെ ഏറ്റവും വലിയ തുറുപ്പിശീട്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തർക്കമില്ല. എന്തുകൊണ്ടെന്നറിയോ? ബാബു കേരള ചരിത്രത്തിൽ ഇതുവരെ സ്വീകരിക്കാത്ത മദ്യവിരുദ്ധ നടപടികൾ സ്വീകരിച്ച മന്ത്രിയാ. ഒരു ഗവൺമെന്റും സ്വീകരിക്കാത്ത നടപടികൾ സ്വീകരിച്ച മന്ത്രി. ഓരോന്നായി നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നികേഷിനോട് ഞാൻ ഒരു കാര്യം പറയുന്നു. ഇന്ന് രാജിവെച്ചത് കൊണ്ട് എനിക്കൊരു 1/4 മിനിറ്റ് തരണം. ഒന്ന്, നിങ്ങൾ ഇടതുപക്ഷം തുടങ്ങാനിരുന്ന 34 ബീവറേജ് കോർപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ മന്ത്രി, കേരളത്തിലെ മദ്യത്തിന്റെ ഉപഭോഗം 25% കുറച്ച മന്ത്രി, കേരളത്തിലെ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടി അതിന്റെ ബോധവൽക്കരണ എമൗണ്ട് 10 മടങ്ങ് കൂട്ടിയ മന്ത്രി, കേരളത്തിലെ ബാറിന്റെ പ്രവർത്തന സമയം 5.5 മണിക്കൂർ കുറച്ച മന്ത്രി, ബാറിന്റെ പ്രവർത്തനാനുമതി കൊടുക്കാനുള്ളതായ തീരുമാനം ലോക്കൽ ബോഡീസിന് കൊടുത്ത മന്ത്രി, കേരളത്തിൽ 718 ബാറുകൾ പൂട്ടിയ മന്ത്രി, കേരളത്തിലെ 72 ബീവറേജസ് കോർപ്പറേഷൻ പൂട്ടിയ മന്ത്രി, കേരള ചരിത്രത്തിൽ ഇതുപോലെ മദ്യവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മന്ത്രിയില്ല. ആ മന്ത്രിയെ നിങ്ങൾ ഈ ഊച്ചാളി മാഫിയ ബിജു രമേശിന്റെ കൂടെ നിന്ന് നിങ്ങൾ ഞങ്ങളെ എതിർക്കാൻ നോക്കിയാൽ ആ ബാബുവാണ് താരം. ഞങ്ങൾ അത് തന്നെ വെച്ച് മുന്നോട്ട് പോകും. അതൊക്കെ നിങ്ങൾക്ക് വേണ്ട. അല്ല, ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ ഞാൻ ശിവൻകുട്ടിയോട് എന്താണ് ശിവൻകുട്ടി നിങ്ങളുടെ മദ്യനയം? ശിവൻകുട്ടി നിൽക്കട്ടെ, ഒന്ന് പറഞ്ഞേ. എന്നോടാണ് ചോദ്യം. സിദ്ദിഖ്, ഒരു മദ്യനയം 1964 എന്തായാലും 10 കോടി എന്തായാലും ശിവൻകുട്ടിയുടെ മദ്യനയം ചോദിച്ചാൽ അല്ല, മദ്യനയം നിൽക്കട്ടെ. സിദ്ദിഖ്, എന്നോടാണ് ചോദ്യം. സിദ്ദിഖ്, 1964 ഇതുപോലെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് ശിവൻകുട്ടിയോട് നേരത്തെ ചോദിക്കുന്ന ചോദ്യം, എന്താണ് ശിവൻകുട്ടിയുടെ മദ്യനയം പാർട്ടിയുടെ മുന്നണിയുടെ? നികേഷ് എന്നോടാണ് ചോദിച്ചത്. കൊള്ളാം. അത് ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. സിദ്ദിഖ്, ഇവിടെ ചർച്ച നടത്തുന്നത് സിദ്ദിഖല്ല, നികേഷാണ്. നികേഷ് ഇവിടെ ഒരു അവസരം, അത് കഴിഞ്ഞ് ഞാൻ പറയട്ടെ. ബാബു അല്ല, ഈ സിദ്ദിഖിന്റെ വെല്ലുവിളി കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം വെച്ചാൽ 1964 ശ്രീ PT ചാക്കോ പെണ്ണ് കേസിൽപ്പെട്ട് രാജിവെച്ചു. അന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം പോയ കാറ് പീച്ചിക്ക് പോയപ്പോൾ തൃശ്ശൂർ വെച്ച് കാറ് ഒരു കട്ടവണ്ടിയിൽ ഇടിച്ചു. മന്ത്രിയാണ് കാർ ഓടിച്ചിരുന്നത്, കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വലിയ പരാതിയായി. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കമായിട്ട് അതിന് വലിയ ബന്ധമുണ്ടായിരുന്നു. അന്ന് കരുണാകരനൊക്കെ ഉള്ള CK ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിനെതിരെ വലിയ കലാപം ഉണ്ടാക്കി. അവസാനം PT ചാക്കോ രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചതിന് ശേഷം അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന് മരിച്ചു. കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായത്. മരിച്ചു കഴിഞ്ഞപ്പോൾ
ഈ പി.ടി. ചാക്കോയുടെ ഗ്രൂപ്പുകാർ പ്രചരിപ്പിച്ചത് ആർ ശങ്കർ, നമ്മളിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രതിമ ഉണ്ടാക്കി വെച്ച ആർ ശങ്കർ പന്നിത്തലയിൽ കൂടോത്രം ചെയ്ത് പി.ടി. ചാക്കോയെ കൊലപ്പെടുത്തി എന്നുള്ളായിരുന്നു. അത് മധ്യ തിരുവാങ്കൂറിലുള്ള സകല നസ്രാണികൾ വിശ്വസിച്ചു. എന്ന് പറഞ്ഞ പോലെ ബിജു രമേശ് പന്നിത്തലയിൽ കൂടോത്രം ചെയ്ത് കെ ബാബുവിനെ കൊണ്ട് രാജിവെപ്പിച്ചു എന്ന് സിദ്ദിഖ് പറഞ്ഞാൽ, ഇത് 21-ാം നൂറ്റാണ്ടാണ് സിദ്ദിഖ്, ആളുകൾ അരിയാഹാരം കഴിക്കുന്നവരാണ്. ഇത് വിശ്വസിച്ച് നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്ത് ജയിക്കുമെങ്കിൽ കെ ബാബുവിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കാൻ ഞാനുണ്ടാവും. ശ്രീ വി ശിവൻകുട്ടി, പിണറായി വിജയൻ പറയുന്നത് ബാബു താൻ കുഴിച്ച കുഴിയിൽ വീണു എന്നാണ്. എന്താണ് ഈ താൻ കുഴിച്ച കുഴി? ബാബു ബാർ മുതലാളിയുമായി നിന്ന് കൈക്കൂലി വാങ്ങിയ അതേ കുഴിയിൽ തന്നെ ബാബു വീണു എന്നാണ് പിണറായി ഉദ്ദേശിച്ച് കാണുക. അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ച് കാണുക. നേരത്തെ സിദ്ദിഖ് പറഞ്ഞല്ലോ ഒരു കാര്യം, ബാബുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ UDF തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സോണിയാഗാന്ധി ഇല്ല, VM സുധീരൻ ഇല്ല, രമേശ് ചെന്നിത്തല ഇല്ല, ഉമ്മൻചാണ്ടി ഇല്ല. അപ്പോൾ കേരളത്തെ നയിക്കാൻ പോകുന്നത് 10 കോടി രൂപ ബാർ മുതലാളിമാരുടെ ഞാൻ പറയട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട എങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടലേ പറയട്ടെ. ഒരു മര്യാദ കാണിക്കുക. പറയാനുള്ള ഒരു കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ ബോളുണ്ടാക്കല്ലേ മര്യാദയ്ക്ക് ഇരിക്കുക. നമ്മൾ പറയുന്നതും കൂടെ കേൾക്കുന്നു. പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടെന്ന് നമുക്ക് പറയണ്ടേ, നമ്മളും കൂടെ പറയട്ടെ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഞാൻ ഉമ്മൻചാണ്ടിയോടെ പറഞ്ഞല്ലേ, ഉമ്മൻചാണ്ടി ഇല്ല, പിന്നെ VM സുധീര ഇല്ല, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയില്ല. കേരളത്തിലെ UDF നയിക്കാൻ വേണ്ടി പോകുന്ന 10 കോടി രൂപ ബാർ മുതലാളിമാരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന് ആരോപണ വിധേയനായി അതിൻ്റെ പേരിൽ വിജിലൻസ് കോടതിയുടെ പിന്നെ ഒബ്സർവേഷൻ അടിസ്ഥാനത്തിൽ രാജിവെച്ച കെ ബാബു ആണ് UDF കേരളത്തിൽ നയിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് സിദ്ദിഖ് പറഞ്ഞ് വെച്ചതിൻ്റെ ചുരുക്കം. എന്തായാലും നല്ല കാര്യം. എന്തായാലും നമുക്കത് വലിയ പിന്നെ പുതിയൊരു കാര്യമാണ് സിദ്ദിഖ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലൊരു കാര്യം നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ കാര്യത്തിലും നിശ്ചിതമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിലുണ്ട്. അത് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 10 കോടി രൂപ ബാബു വാങ്ങി ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു എന്നാണല്ലോ പരക്കെ ഇവിടെ പറയപ്പെടുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന് വല്ലതും അറിയാമെങ്കിൽ ആ കാര്യം കൂടെ വ്യക്തമാക്കിയാൽ. അതല്ല സിദ്ദിഖ്, ഞാൻ നേരത്തെ പിണറായി വിജയനെ ഉദ്ധരിച്ചത് ഒരുപക്ഷെ അത് ശ്രീ വി ശിവൻകുട്ടി പൂർണ്ണമായും പറഞ്ഞില്ല. സ്വാൻ കുഴിച്ച കുഴിയിൽ വീണു എന്നുള്ളത് ബാബുവിനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല പരാമർശമല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്വന്തം ബിനാമികളായ ബാറുടമകൾക്ക് മാത്രം ബാറ് നടത്താൻ കഴിയുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. മറ്റൊരാൾ ബാർ എന്ന ആവശ്യവുമായി വന്ന ഉടനെ 4 സ്റ്റാറിന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. 4 സ്റ്റാർ ആയി അവർ വലുതാക്കാം എന്ന് പറയുമ്പോഴേക്കും ഡിസ്റ്റൻസ് ഇടും. അപ്പോൾ ഡിസ്റ്റൻസ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ 418 ബാറുകൾക്ക് പോലും, അതായത് 2 സ്റ്റാറും അതിന് താഴെയുള്ള ബാറുകൾക്ക് പോലും ഇവിടെ കൊടുക്കുമ്പോൾ 4 സ്റ്റാറിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടുമായി വരുന്നത് വിവേചനമാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. തുടർന്നുള്ള ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം VM സുധീറിൻ്റെ ഇടപെടൽ കൃത്യമാണത്. താൻ കുഴിച്ച കുഴിയിൽ തന്നെയാണ് ബാബു ഇന്ന് വീണിട്ടുള്ളത്. ഒന്ന് ബാബുവിന്റെ ഓഫീസിലെ ഫയൽ പരിശോധിച്ചാൽ സിദ്ദിഖ് പറയട്ടെ, ഇത് എത്ര പ്രാവശ്യം ഈ അവിശുദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്ര പ്രാവശ്യം തുടങ്ങിയ സമയം അവിശുദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ ബാബുവിന്റെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള അതൊക്കെ എല്ലാവർക്കും മനസ്സിലായത്, കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണെന്ന് സിദ്ദിഖ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ബാബു കളിച്ച അവിഹിത കളികളല്ലേ ബാബുവിനെ ഇന്ന് വീഴ്ത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ ഒരിക്കലുമല്ല. അതിന് മുമ്പ് ഒരു കാര്യം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. മദ്യമാഫിയയുടെയും CPM-ന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഇരയാണ് ശ്രീ കെ ബാബു. അതാണ് ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ജനങ്ങളോട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എവിഡൻസ് അടക്കം തുറന്നു പറയാൻ പോകുന്നതും. അതിലൂടെ CPM-ന് സ്വന്തം മദ്യനയമടക്കം പറയാൻ സാധിക്കാത്ത ശിവൻകുട്ടിക്കടക്കം ഒരക്ഷരം പറയാൻ ഇനി അങ്ങോട്ട് കഴിയാത്ത രീതി ഈ പ്രചരണത്തെ ഏറ്റെടുത്തുകൊണ്ടുപോകും. രണ്ടാമത്തെ കാര്യം, കെ ബാബുത്തോളം അവരുടെ ബിസിനസ്സിലുള്ള ബാബുവിന്റെ ഇടപെടൽ അത് ബാബുവിന് വിനയായി.
തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. പിണറായി വിജയൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ തന്നെ നേരത്തെ നമ്മുടെ അഭിലാഷിൻ്റെ ചർച്ചയിൽ പറഞ്ഞു, അത്താണിയിലെ ഒരു തറബാറിൻ്റെ അടുത്ത് ഒരാൾ 4 സ്റ്റാർ തുറക്കുന്നു. തറബാറിൻ്റെ പേര് അത്താണി ടൂറിസ്റ്റ് ഹോം എന്നാണ്. തൊട്ടടുത്ത് എയർലിങ്ക് കാസിൽ എന്ന് പറഞ്ഞ അതിഗംഭീരമായ ഒരു ബാർ 4 സ്റ്റാർ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് ഈ ബാറിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തനിക്ക് ലൈസൻസ് തരാൻ പറ്റുന്നു. അയാൾ കോടതിയിൽ പോകുന്നു, കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിക്കുന്നു. ആ ബാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. സിദ്ദിഖ ബാർ ഉണ്ടോ എന്ന് ചോദിച്ചു, അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ അത് 5 സ്റ്റാർ ആക്കി. അവൻ 1 സ്റ്റാറും കൂടി വാങ്ങിച്ച് 5 സ്റ്റാർ എയർലിങ്ക് കാസിൽ, ആ റോഡ് സൈഡിൽ തന്നെയാണ്. സിദ്ദിഖിന് വേണമെങ്കിൽ പോണ വഴിക്ക് കയറി നോക്കാം, ബാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ തൊട്ട് എതിരെയുള്ള ബാറുകാരനും 5 സ്റ്റാർ ആക്കി. ആ ഡയാന ബാർ, ആ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ ബാറുണ്ട് ആ തണിയിൽ. ഞാൻ പറയട്ടെ, വേറൊന്ന് പറയാം. ഇവിടെ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഒന്നുണ്ട് നമ്മൾ പോകുമ്പോൾ മരടിൽ. അതിന് ലൈസൻസ്, അത് 5 സ്റ്റാറിനേക്കാൾ കൂടിയ എന്തോ കേസാണ്. അതിന് ലൈസൻസ് കൊടുത്തില്ല. ആ ലൈസൻസ് കൊടുത്തില്ല. കാരണം എന്താ, മന്ത്രി ബാബുവിൻ്റെ മണ്ഡലത്തിലാണ്, എന്നിട്ട് കൊടുത്തില്ല. കാരണം ഇതൊക്കെ പൈസ കൃത്യമായിട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ ലൈസൻസ് കിട്ടില്ല. 5 സ്റ്റാർ ആയാലും 7 സ്റ്റാർ ആയാലും കൊടുക്കില്ല. കാരണം എന്താ, കച്ചവടമാണ്. ക്രൗൺ പ്ലാസയിൽ കയറി നോക്കി, KG അബ്രഹാമിൻ്റെ ആണ്, ചെറിയ ആളുടെ ഒന്നുമല്ല. KG അബ്രഹാം ആരാന്ന് ഓർമ്മയില്ലേ? നമ്മുടെ TU കുരുവളെ താഴ്ത്തിറക്കിയ ആളാണ് KG അബ്രഹാം. പൈസ കൊടുത്തില്ല, ബാർ കൊടുത്തില്ല. സിദ്ദിഖ് അതിനും കൂടെ ഒന്ന് മറുപടി പറയും. ഞാൻ നേരത്തെ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, ഈ ഒരു കൊച്ചിക്കാരനായ ഒരു MLA, ദീർഘകാലം 10-25 കൊല്ലം MLA ആയ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാരുമായുള്ള സൗഹൃദ ബന്ധമുണ്ട്, ബിസിനസ് ഇടപാടുകളുണ്ട്. അതാണ് ബാബുവിനെ വീഴ്ത്തിയത് എന്നുള്ളതാണ് ഇവിടെ ജയശങ്കർ ആരോപിക്കുന്നത്. ഉദാഹരണ സഹിതമല്ല, ജയശങ്കർ അവിടെ പറയുമ്പോൾ കേരളത്തിൽ അത്താണിയിൽ സംഭവിച്ച കാര്യം പറയുമ്പോൾ അത്താണി ഒരു ഉദാഹരണം, അത്താണി ഒന്നും അല്ല പ്രധാനപ്പെട്ട ഉദാഹരണം. അതിവിടെ സിദ്ദിഖ് പേരുകൾ പറയാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയും. ബാബു ചില ബാർ ഉടമകളുടെ പ്രധാനപ്പെട്ട ആളാണ്. കോഴിക്കോടുള്ളതായിരിക്കുന്ന ഉദാഹരണങ്ങൾ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും. എനിക്ക് അത്താണിയിലെ ഉദാഹരണം എനിക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് പറയാൻ പറ്റില്ല, നാളെ എനിക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഒരു ബാറും ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട് കോടതിയുടെ ഇടപെടൽ മൂലം കോടതി വിധി അനുസരിച്ച് ചില ബാറുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ വളരെ ലിമിറ്റഡ്. ഞങ്ങൾ ഇടതുപക്ഷം 152 ബാർ തുടങ്ങിയപ്പോ ഞങ്ങൾ ഒരൊറ്റ ബാറും ഞങ്ങളായി തുടങ്ങിയിട്ടില്ല കേരളത്തിൽ. നമ്മൾ ഈ പറയുന്ന വിഷയമുണ്ടല്ലോ സിദ്ദിഖ്, ഒരു കാര്യം ചെയ്യാ, 750ഓളം ബാർ ഉടമകൾ ഉണ്ടായിരുന്നല്ലോ ഈ സംസ്ഥാനത്ത്. ഈ അവരുടെ ഒരു ഡയറക്ഷൻ എടുക്കുക, എന്നിട്ട് റാൻഡമായി ഒരു നമ്പർ എടുത്ത് വിളിക്കുക, എന്നിട്ട് ചോദിക്കുക ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന്. അവർ പറഞ്ഞു തരും ഇന്ന് കെ ബാബു എന്താണ് ഈ കച്ചവടക്കാരുടെ താല്പര്യങ്ങൾക്കിടയിൽ നിലപാടെടുത്തത്, ആ കളി ബാബുവിന്റെ രാജിയിൽ എങ്ങനെയാണ് കൊണ്ടുചെന്നെത്തിച്ചതെന്ന്. അവിഹിതമായ ആരോപണങ്ങൾ, അനാവശ്യമായ ആരോപണങ്ങൾ നികേഷിനെ പോലെയുള്ള ഒരു പത്രപ്രവർത്തകൻ പിണറായി വിജയനെ കോട്ട് ചെയ്ത് പറയുമ്പോൾ അത് സമൂഹത്തിൽ ചെറിയ രീതിയിൽ വിശ്വസിക്കാൻ ഇടവരുമോ എന്നുള്ളത് നികേഷ് ആലോചിക്കണം. 1. 2, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം മദ്യവിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു മന്ത്രിയായ ബാബുവിനെ ഈ ഒരു ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള മദ്യത്തിനെതിരെ ആയത് എപ്പോഴാണ്? ആ കാലഘട്ടത്തിൽ പറഞ്ഞത് VM സുധീരൻ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ കളിച്ചതാണ്. അതല്ലാതെ ഈ സർക്കാരിനെ ഇവിടെ ഇവിടെ മദ്യനയത്തില് ശക്തമായ ഈ മദ്യനയം വേറെ ഒരാൾക്കും ഒരു ആത്മാർത്ഥ മന്ത്രിയാ ബാബു. VM സുധീരനും TN പ്രതാപനും അല്ലാതെ തുറുപ്പിച്ചിട്ട് കെ ബാബു ചതിക്കുഴി തീർത്ത് വീഴ്ത്തിയ കെ ബാബുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതൊരു ബിംബമാക്കി കാണിച്ചുകൊണ്ടായിരിക്കും ടി സിദ്ദിഖ് അടക്കമുള്ള നേതാക്കൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുക. ഫിനിക്സ് പക്ഷിയെ പോലെ ബാബു ചിറകടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ബിജു രമേശിന്റെയും ശിവൻകുട്ടിയുടെയും ലൈസൻസ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഒരു ബാറിൻ്റെ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി പോലും ഒരു ബീഡിത്തുണ്ട് പോലും വാങ്ങി ഗുരുദാസിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് 2 ബാർ ഗ്രൂപ്പുകാരും ഒറ്റക്കെട്ടായി പറയുകയും ഇപ്പോൾ ഓരോ ബാറിൻ്റെയും പുതുക്കുന്നതിന് അവസരത്തിൽ നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ കാശ് കൃത്യമായി ഏജന്റുകൾ മുഖാന്തരം ബാബുവിൻ്റെ ഓഫീസിലും അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിലും കൃത്യമായി ചെന്നെത്തുകയും സിദ്ദിഖ് ഇത്രയും ശക്തമായിട്ട് ബാബുവിന് വേണ്ടി വാദിച്ച അവസരത്തിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചെങ്കിൽ സിദ്ദിഖ് ആ കാര്യം വ്യക്തമാക്കിയില്ല. എന്തെങ്കിലും വല്ല ഇടപാടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയിൽ അതങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യം. ബാബു കേരളം നയിക്കുന്നു അടക്കം ഒരു കോൺഗ്രസ് മന്ത്രിയാണ്, രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഇനിയൊരു ഊഴം കിട്ടുന്ന വിധത്തിൽ തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇതിനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയാണ് ഗ്രൂപ്പുകൾ തുടങ്ങാൻ പോകുന്നത്. സോണിയാഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു മൗനമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്കിടയിൽ നേതാക്കന്മാർക്കിടയിൽ ഒന്നിച്ചുള്ള തീരുമാനങ്ങളടക്കം ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഞാൻ ഒരു സംശയം വേണ്ട, ഒരുമിച്ച് ഒറ്റക്കെട്ടായി UDF മുന്നോട്ട് പോകും. മദ്യലോബിയുടെയും CPM-ന്റെയും ഗൂഢാലോചന കൃത്യമായി ഞങ്ങൾ ശിവൻകുട്ടി ചോദിച്ചു സിദ്ദിഖിന് വല്ലതും കിട്ടി. സമയക്കുറവുണ്ട്, ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ഡെമോക്രസിയിലേക്ക്.